നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ശരീരം പരിപൂർണമായും റിലാക്സ്ഡ് ആയതായി അനുഭവിക്കും. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ആർദ്രമായി ഹാർട്ട്ഫുൾ സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് സിസ്റ്റത്തിലെ 10 പ്രമാണങ്ങളെ കുറിച്ചാണ്. സഹജമാർഗത്തിന്റെ ഗുരുനാഥനായിട്ടുള്ള ബാബുജി മഹാരാജ് നമ്മുടെ പരിണാമത്തിനായിട്ട് നൽകിയിട്ടുള്ള 10 മാക്സിംസ് ആണ്, ഗൈഡ് ലൈൻസ് ആണ് ഈ പ്രമാണങ്ങൾ. അപ്പൊ എങ്ങനെ ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാം എന്നതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ ആദ്യത്തെ പ്രമാണം, ഫസ്റ്റ് മാക്സിം ആണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുലരും മുമ്പ് ഉണരുക. നിങ്ങളുടെ പ്രാർത്ഥനയും ധ്യാനവും സൂര്യോദയത്തിന് മുമ്പ് തന്നെ പൂർത്തീകരിക്കുക എന്നാണ് ബാബുജി മഹാരാജ് പറയുന്നത്. പ്രാർത്ഥനയും ധ്യാനവും സൂര്യോദയത്തിന് മുമ്പ്. പൂജ എന്നുള്ള ആ പദം അത് പലപ്പോഴും ബാബുജി മഹാരാജ് ഉപയോഗിക്കുന്നുണ്ട്. പ്രാർത്ഥനയും ധ്യാനവും ഇത് രണ്ടും കമ്പൈൻഡ് ആയിട്ടാണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ധ്യാനം എന്നുള്ള പദം സാധാരണ മെഡിറ്റേഷൻ എന്ന് ഉപയോഗിക്കുന്ന വാക്കിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എന്ന് നമ്മുടെ മാസ്റ്റർ ആയിട്ടുള്ള ദാജി കമലേഷ് പട്ടേൽ ഇദ്ദേഹം പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ തിങ്കിങ് കണ്ടിന്യൂസ്ലി അബൌട്ട് സംതിങ് എന്നാണ്. അപ്പൊ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് മനസ്സിനെ ത്രാണനം ചെയ്യാൻ പറ്റില്ല. മന്ത്രം എന്നുള്ള പദം കേട്ടു. മനസ്സിനെ ത്രാണനം ചെയ്യാനാണ് മന്ത്രം. മനസ്സിനെ ഏതെങ്കിലും ഒരു വ്യക്തിത്വത്തിലേക്ക് കണക്ട് ചെയ്ത് ആ വ്യക്തിത്വത്തിന്റെ ക്വാളിറ്റീസ് ഇംബൈബ് ചെയ്യാനായിട്ട് നമ്മൾ അദ്ദേഹത്തിനെ പ്രൈസ് ചെയ്തുകൊണ്ട്
അല്ലെങ്കിൽ ഏതെങ്കിലും തത്വത്തിനെ പ്രൈസ് ചെയ്തുകൊണ്ടാണ് മന്ത്രം ഉരുവിടുന്നത്. അപ്പൊ നമ്മൾ മനസ്സിനെ ട്രാൻസെൻഡ് ചെയ്യും ഇതിലൂടെ എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ നമ്മുടെ ഈ ശ്രമം കൊണ്ട് മാത്രം മനസ്സുപയോഗിക്കുന്ന അഹംബോധത്തെ ട്രാൻസെൻഡ് ചെയ്യാൻ പറ്റും. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ലെവൽ ഓഫ് കോൺഷ്യസ്നസ്സിലെ പ്രശ്നങ്ങളെ അതേ ലെവൽ ഓഫ് കോൺഷ്യസ്നസ്സിൽ നിന്നുകൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കും. നമ്മൾക്ക് വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇത് ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു കൗൺസിലറുടെ അടുത്തേക്ക് പോകും. അവർ തമ്മിൽ ഡിസ്കസ് ചെയ്താൽ സോൾവ് ആവുന്നില്ല. കാരണം ഒരേ പ്രശ്നത്തിനെ പല വശങ്ങൾ കൂടെയാണ് കണ്ടുപിടിക്കുക. പ്രശ്നം അവിടെ കിടക്കുകയാണ്. അതുകൊണ്ട് പ്രശ്ന പരിഹാരത്തിന് എപ്പോഴും പുറമേ നിന്ന് ഒരാളെ മീഡിയേറ്ററെ കൊണ്ടുവരുന്നത്. അതുപോലെ നമുക്കൊരു മീഡിയേറ്റർ ആവശ്യം. നമ്മൾ ഈ ഈഗോ ട്രാൻസെൻഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു മീഡിയേഷൻ ആവശ്യം. ആരുടെ മീഡിയേഷനാണ്? നമ്മുടെ ഈ കോൺഷ്യസ്നസിന്റെ സിസ്റ്റത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ഒരാളായിട്ട്, അതിന് ഉയർന്നു നിന്നിട്ട് ഇതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിത്വം. അങ്ങനെ ഒരാൾക്ക് നമ്മുടെ ഈ ട്രാൻസെൻഡിങ്ങിനെ സഹായിക്കാൻ സാധിക്കും. അതിജീവനം. അതിനാണ് പ്രാർത്ഥന എന്നുള്ള ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഹയർ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയോടാണ്. നമ്മളെക്കാളും ഹയർ എൻറ്റിറ്റീസ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, സംശയമില്ല. പക്ഷെ അവരെല്ലാവരും ഈ അഹംബോധത്തിന്റെ പല ലെവൽസും നിൽക്കുന്നവരാണ്. നമ്മളൊരു പ്രശ്നത്തിന്റെ പരിഹാരത്തിന് ഓൾറെഡി ഈഗോന്റെ വലയത്തിൽ നിൽക്കുന്ന ഒരാളെ സമീപിച്ചിട്ട് കാര്യമില്ല. നമ്മളെക്കാളും വലിയ പൊസിഷനിലായിരിക്കും, പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള ഈഗോ ഉണ്ട്. അപ്പൊ അവരുടെ ഉപദേശങ്ങൾക്ക് അവരുടെ ഈഗോയിൽ നിന്നുകൊണ്ടേ സഹായിക്കാൻ പറ്റില്ല, പുറത്തേക്ക് വരാൻ പറ്റില്ല. ഇപ്പൊ ചാരിജി മഹാരാജ് ഹീ ദ ഹുക്ക് ആൻഡ് ഐയിൽ പറയുന്നുണ്ട്, ഒരു ഈഗോ വേറൊരു ഈഗോ ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ജോലിക്കാരൻ ശമ്പള വർധനവിനായിട്ട് ബോസിനെ സമീപിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം അദ്ദേഹത്തിന് കുറച്ചുകൂടി ശമ്പളം, അതായത് കൂടുതൽ ജോലി ചെയ്യാം. അപ്പൊ ബോസിന്റെ ഈഗോ എന്താ പറയുന്നത്? ഇയാൾക്ക് കൊടുക്കണോ, ശമ്പളം കൊടുക്കണോ? അപ്പൊ കമ്പനിക്ക് അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ബോസ് വേറൊരാളായിട്ട് ഡിസ്കസ് ചെയ്യും, അയാളുടെ ഈഗോ കടന്നു. അപ്പൊ ചാരിജി മഹാരാജ് ഈഗോസ് തമ്മിലുള്ള ഒരു ചർച്ച ഇവിടെ നടക്കുന്നു. അവിടുന്ന് ട്രാൻസെൻഡ് ചെയ്യണമെങ്കിൽ ഈഗോനെ തന്നെ ട്രാൻസെൻഡ് ചെയ്ത ഒരു എൻറ്റിറ്റി വേണം. അതിനാണ് നമ്മൾ മാസ്റ്റർ എന്ന് പറയുന്നത്. ഈഗോനെ മാസ്റ്റർ ചെയ്ത ആൾ, അഹംബോധത്തിന്റെ തലങ്ങളെ മാസ്റ്റർ ചെയ്ത ഒരാൾ. ഇനി ഒരിക്കലും അഹംബോധം ഇടപെടാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് കമ്പാഷനേറ്റ് ആയിട്ടുള്ള സ്നേഹനിർഭരനായിട്ടുള്ള ഒരു വ്യക്തിത്വം, അങ്ങനെ ഒരാളാണ് മാസ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ അതിനേക്കാളും ലോവർ ആയിട്ടുള്ള നിൽക്കുന്ന, ഈഗോന്റെ വലയത്തിൽ നിൽക്കുന്ന, മെന്റൽ സ്ഫിയറിൽ നിൽക്കുന്ന ആൾക്കാർക്ക് സഹായം ചെയ്താൽ നമ്മൾ അതിനെ ട്രാൻസെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ശരിക്കുള്ള മാസ്റ്റർ എന്ന് പറയുമ്പോൾ മെന്റൽ സ്ഫിയേഴ്സിനെ ട്രാൻസെൻഡ് ചെയ്ത ഒരാളായിരിക്കണം എന്ന് ബാബുജി മഹാരാജ് പറയുന്നു. സെൻട്രൽ റീജിയൻ, ഈശ്വരീയ മണ്ഡലം എന്ന് പറയും, കേന്ദ്രമണ്ഡലം, അവിടേക്ക് കണക്ഷൻ ലഭിച്ചിട്ട് ഈഗോ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേയുള്ള ആ സ്രോതസ്സിലേക്ക് കണക്ട് ചെയ്തത് അവിടെ നിൽക്കുന്ന അവിടെ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു വ്യക്തി, യോഗയുക്തൻ എന്നൊക്കെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു. അങ്ങനെ ഒരാൾക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ പ്രാർത്ഥന അങ്ങനെ ഒരു എൻറ്റിറ്റിയോടാണ് നടത്തുന്നത്. അപ്പൊ ധ്യാനം ചെയ്യുമ്പോൾ, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഉയർന്ന തലത്തിലുള്ള ആ അറിവ്, ജ്ഞാനം നമ്മളെ സഹായിക്കുന്നു. അദ്ദേഹത്തിന്റെ വിസ്ഡം നമ്മുടെ ഇന്റലിജൻസ് സഹായിക്കും. നമ്മുടെ ഇന്റലിജൻസ് പറയുന്നത് ഈഗോയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇന്റലിജൻസ് പറയുമ്പോൾ, ഇന്റലക്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ അറിവുകളുടെ ഒരു സംഗ്രഹം, ഈ ലോകത്തിന്റെ അറിവുകളുടെ ഒരു സംഗ്രഹം എന്ന് പറയാം. ഇനി അറിയാൻ പോകുന്നതും അറിയപ്പെട്ടതും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും എല്ലാം ഒരു മെന്റൽ സ്ഫിയറിൽ മാത്രമാണ് ഇന്റലക്ട് എന്ന് പറയുന്നത്. അതിന്റെ അപ്പുറമില്ല. നേരെ മറിച്ച് വിസ്ഡം എന്ന് പറയുന്നത് ഇത് ട്രാൻസെൻഡ് ചെയ്ത സ്ഥലമാണ്. ഈ ഇന്റലിജൻസിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നൊരാളാണ് വിസ്ഡം, വിവേകബോധം. വിവേകബോധം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല. വിസ്ഡം എന്ന് പറയുന്നത് ശരിക്കുള്ള വിസ്ഡം, ഡിവൈൻ വിസ്ഡം എന്ന് പറയുന്നത് ഈ ഇന്റലിജൻസിന്റെ അപ്പുറം നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇന്റലിജൻസിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അതിന് ധ്യാനം എന്ന് പറയും. ധീ ഉപയോഗിച്ചുള്ള യാനം. ഭഗവത്ഗീതയിലെ നമ്മൾ രഥം നോക്കിയാൽ അറിയാം, ഭഗവാൻ തെളിക്കുന്ന രഥം, സാരഥിയായിട്ട് ഭഗവാൻ നിൽക്കുന്നു. കഠോപനിഷത്തിലെ ഒരു ശ്ലോകമുണ്ട്, ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥം ഏവതു.
ആത്മാവിനെ യാത്രക്കാരനായിട്ട് കരുതും, ശരീരത്തെ ഈ രഥമായിട്ട് കരുതും. ബുദ്ധിം തു സാരഥിം വിദ്ധി. ഇതിലെ സാരഥി ബുദ്ധിയാണ്. നമ്മളെ നയിക്കുന്നത് നമ്മുടെ ഇന്റലിജൻസ് ആണ്. ഈ ലോകത്തിലായാലും ഏത് ലോകത്തിലായാലും നമ്മൾ നയിക്കുന്നത് ധിയാണ്. മന പ്രഗ്രഹമേവച. മനസ്സാണ് ഇതിന്റെ കടിഞ്ഞാണ്, റീൽസ്. അപ്പൊ അതിന്റെ കുതിരകൾ നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചാരിയറ്റില് സഞ്ചരിക്കുന്ന സോള്, ആത്മാവ് സഞ്ചരിക്കുന്നു. ആത്മാവിന് അതിൻ്റെതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ആത്മാവ് ഓൾറെഡി ഫുൾഫിൽഡ് ആണ്. പക്ഷെ അത് പൊട്ടൻഷ്യലാണ്, അത് സാധ്യതകളുടെ ഒരു തലത്തിൽ. ആ ആത്മാവിന്റെ പൊട്ടൻഷ്യലിനെ ആക്ച്വലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ധ്യാനം വേണം. അവിടെയാണ് ഭഗവാനാണ് ചാരിറ്ററാണ്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആ സുപ്രീം വിസ്ഡത്തിൽ എത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വം നമ്മുടെ ജീവിതത്തെ നയിക്കണം. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ, ഇന്നർ പൊട്ടൻഷ്യൽ, ആ സാധ്യത ആക്ച്വലൈസ് ചെയ്യുന്നു. അദ്ദേഹം നമ്മൾ നയിച്ചിട്ട് ഈ ലോകത്തിൽ എങ്ങനെ, ഈ ലോകങ്ങളിൽ എങ്ങനെ പെരുമാറണം, ക്യാരക്ടർ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യണം. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണ സ്നേഹം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ പൂർണ്ണ സ്നേഹത്തെ എങ്ങനെയാണ് ഈ പല ഡയമെൻഷൻസിലും മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഈ സാരഥിയാണ് തീരുമാനിക്കുക. അദ്ദേഹമാണ് നമ്മൾ നയിക്കുന്നത്. നേരെ മറിച്ചിട്ട് മഹാഭാരതത്തിലെ കർണൻ എന്നുള്ള കഥാപാത്രം സാരഥി നോക്കും. ശല്യൻ എന്നുള്ള രാജാവൻ, ശല്യം തന്നെ എൻ്റെ പേര്. ശല്യൻ കർണനെ ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് കർണന്റെ തോൽവിയുടെ ഒരു കാരണം. അപ്പൊ നമ്മുടെ തേരാളി ആ തരത്തിലാണ്. ഈഗോ നയിക്കുന്ന ഒരാളാണെങ്കിലും നമ്മുടെ സാധാരണ നിലയ്ക്കുമ്പോൾ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അവരുടെ വഴിക്ക് കൊണ്ടുപോകും. അവർ നമ്മളെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അനുവദിക്കില്ല. നമ്മുടെ ശരിക്കുള്ള പൊട്ടൻഷ്യലിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് ഫുൾ ഫ്രീഡം നൽകിക്കൊണ്ട് അദ്ദേഹം നമ്മളെ ഫ്രീ ചെയ്തുകൊണ്ട്, എന്നാൽ നമ്മളെ ആ ഫ്രീഡത്തിൽ എങ്ങനെ കൊണ്ടുപോകണം, എവിടേക്കാണ് ഡിസിപ്ലിൻഡ് ആവേണ്ടത് എന്നൊക്കെ നമുക്ക് കാണിച്ചുകൊണ്ട്, അതാണ് മഹാഭാരത യുദ്ധത്തിൽ കാണിച്ചു കൊടുക്കാണ്. അത് കാണിച്ചുകൊണ്ട് നമ്മൾ ജീവിതം നയിക്കാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിലേക്ക് കണക്റ്റഡ് ആവും. അതാണ് പ്രാർത്ഥന. അതാണ് പ്രാർത്ഥനയും ധ്യാനം. അപ്പോൾ സഹജമാർഗ ധ്യാനം തുടങ്ങുന്നത് പ്രാർത്ഥനയിലാണ്. അപ്പൊ ഇത് തുടങ്ങേണ്ടത് സൂര്യോദയത്തിന് മുമ്പ്. നമ്മൾ സൂര്യോദയത്തിന് മുമ്പ് എന്നുള്ള കാര്യത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യുക. അഹംബോധം ഈ ജാഗ്രത അവസ്ഥയിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, അതാണ് സൂര്യോദയത്തിന് മുമ്പ് എന്ന് പറയുന്നത്. അഹംബോധം അതിന്റെ ഒറിജിനൽ സെന്റേർഡ് ആയിട്ടുള്ള അവസ്ഥയിൽ, അതിന്റെ സ്രോതസ്സിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ആ അവസ്ഥയിലാണ് പ്രാർത്ഥന അർപ്പിക്കുന്നത്. നമ്മൾ ബാക്കിയുള്ള ജോലി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എത്രയും വേഗം പ്രാർത്ഥനയും ധ്യാനവും നിർവഹിച്ചാൽ വളരെ വളരെ എളുപ്പമായിരിക്കും. ഇതിനെക്കുറിച്ച് ഒന്ന് ഇൻട്രോസ്പെക്റ്റീവ്. നമുക്ക് വീണ്ടും ഇതിനെക്കുറിച്ചിട്ട് ആഴത്തിൽ ചർച്ച ചെയ്യാം. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.